നമ്മൾ ഈ സമയം പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥ വഴിയായി എത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. പലപ്പോഴും നമ്മൾ കൊന്ത ചെല്ലുന്നുണ്ടെങ്കിലും ഏകാഗ്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ ചിന്തയായിക്കൊണ്ട് നമ്മൾ കൊന്ത ചെല്ലാറുണ്ട്. ജപമാല പ്രാർത്ഥന വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി സഭ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഞാൻ മണിപ്പാൽ ഇടവകയിൽ വികാരിയായിരുന്ന സമയത്ത് ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൊച്ചിന് മാസം തികയാതെ ഉണ്ടായ കൊച്ചാണ്. ആ കൊച്ച് ഉടനെ തന്നെ മരിച്ചു പോകും, ജീവനോടെ കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ആ കൊച്ച് വീട്ടുമാമോദിസ നൽകി സിമിത്തേരിയിൽ അടക്കാൻ വേണ്ടിയാണ് ഞാൻ ആശുപത്രിയിൽ ചെന്ന് ഇൻക്യുബേറ്ററിൽ കിടത്തിയിരിക്കുന്ന കൊച്ചിനെ വീട്ടുമാമോദിസ നൽകി പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ കാർന്നൂർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ കുഞ്ഞിൻ്റെ അമ്മ അടുത്ത ആശുപത്രിയിൽ സോണിയ ക്ലിനിക്കിൽ അഡ്മിറ്റാണ്, അവളെ കൂടെ നമുക്കൊന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം. പോകുന്നതിനിടയിൽ ഒരു ചെറിയ വാണിംഗ് എനിക്ക് തന്നു. എന്നോട് പറഞ്ഞു, അച്ഛൻ അവൾക്ക് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കരുത്. കാരണം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുഞ്ഞിൻ്റെ മരണം സ്വീകരിക്കാൻ അവളെ ഒരുക്കിയിരിക്കുന്നത്. അച്ഛൻ പ്രതീക്ഷ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചാൽ അതവൾക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖമായിരിക്കും. ഞാൻ അവളുടെ അടുത്ത് ചെന്നു. ഞാൻ വർത്തമാനമൊക്കെ പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഇങ്ങനെ എന്നോട് ചോദിച്ചു, അച്ഛാ, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞ് ജീവിക്കുവോ ഇല്ലയോ എന്ന് എന്നോട് പറയണം. അവളുടെ ചാച്ചൻ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിച്ച കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ മിണ്ടിയില്ല. വേറെ സബ്ജക്റ്റ് മാറ്റി ഞാൻ സംസാരിക്കാൻ തുടങ്ങി. രണ്ടാമത് വീണ്ടും അവൾ എന്നോട് ചോദിച്ചു, എൻ്റെ അച്ഛാ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം. ഞാൻ അന്നേരവും ശ്രദ്ധിച്ചില്ല. വീണ്ടും മൂന്നാമത് കരഞ്ഞുകൊണ്ട് രണ്ട് കൈയും എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞ് കിട്ടുമോ ഇല്ലയോ എന്ന് എന്നോട് പറയണം. അപ്പം ഞാൻ എന്തുവാകട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു കൊന്ത ഇങ്ങനെ വന്ന് തെളിഞ്ഞു നിൽക്കുന്നതായി ഞാൻ കണ്ടു. എന്നിട്ട് ഇങ്ങനെയൊരു ബോധ്യവും എൻ്റെ മനസ്സിൽ ആഴത്തിൽ ഇങ്ങനെ അങ്ങ് എൻ്റെ ഈശോ പറയുന്നത് പോലെ എൻ്റെ ബോധ്യം എനിക്ക് ലഭിക്കുകയാണ്. കുഞ്ഞ് മരിക്കുകയില്ല, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, കൊച്ചു മരിക്കുകയില്ല, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ അവൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊച്ചിന് വേണ്ടി അമ്മ കരഞ്ഞുകൊണ്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരന്തരമായി കൊന്ത ചൊല്ലി. 8 ദിവസം കഴിഞ്ഞ് കൊച്ചു മരിച്ചുപോയി. മരിച്ച കൊച്ചിനെ അടക്കാൻ വേണ്ടി എന്നെ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അവിടുത്തെ വികാരിച്ചനില്ലായിരുന്നു. ഞാൻ അടക്കാൻ വേണ്ടി, കൊച്ചിനെ അടക്കാൻ വേണ്ടി പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായി സൂട്ട് കേസെല്ലാം എടുത്തു. ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോ എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലായിരുന്നു എന്ന് പറഞ്ഞ് വേദനയോടുകൂടി ഞാൻ സൂട്ട് കേസ് എടുത്ത് പോകാൻ ഒരുങ്ങുകയാണ്. കൊച്ചിൻ്റെ മൃതശരീരം സോണിയ ക്ലിനിക്ക് എന്ന മണിപ്പാലിലുള്ള ആശുപത്രിയിൽ അവിടെ ചികിത്സയിലായിരിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മയുടെ അവസാനമായി അമ്മയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആ അമ്മ സ്വന്തം ചോരയുടെ ഫലമായ ആ കുഞ്ഞിൻ്റെ മൃതശരീരം ഒന്ന് കെട്ടിപ്പിടിച്ച് അവസാന ചുംബനം നൽകി, എൻ്റെ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ചുംബിച്ച് ആ നിമിഷം തന്നെ ആ കൊച്ചിൻ്റെ മൃതശരീരം ഒന്ന് പെടഞ്ഞു. ഉടനെ തന്നെ ആ കൊച്ചിനെ കൊണ്ടുപോയി സോണിയ ക്ലിനിക്കിൽ കൊണ്ടുപോയി, മണിപ്പാലിൽ തന്നെ കൊണ്ടുപോയി അഡ്മിറ്റായി ചികിത്സ കഴിഞ്ഞ് ആ കൊച്ചി ഇന്ന് ബൈന്ദൂരിൽ മത്തിയൂടി ഇടവകയിലുള്ള
പീച്ചാട്ട് സോജൻ്റെ മകൻ ക്രിസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നവൻ ഈ കഴിഞ്ഞയാഴ്ച അവൻ്റെ പള്ളി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ കുർബാനയ്ക്ക് കൂടി നല്ല മിടുക്കനായിട്ട് പഠിക്കാൻ സമർത്ഥൻ. മരിച്ചൊരു കുഞ്ഞിന് ജീവൻ നൽകാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ, ആത്മീയമായി പാപത്തിൽ വീണ് ആത്മാവ് മൃതിയടഞ്ഞ ഒരു കുഞ്ഞിനെ, ദൈവത്തിൻ്റെ ഒരു പൈതലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കണം നമ്മൾ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരുവൻ പോലും അവൻ്റെ ആത്മാവ് നശിച്ചു പോവുകയില്ല എന്ന് എൻ്റെ രക്തം കൊണ്ടെഴുതി ഒപ്പിടാൻ എനിക്ക് മടിയില്ല എന്ന് വിശുദ്ധ ആൽബർട്ട് പറയുന്നുണ്ട്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ശക്തി സംഭരിക്കാൻ നമുക്ക് കഴിയണം. ഒരു കൊച്ച് സെമിനാരി ചേർന്ന് വലിയ ആഗ്രഹത്തോടെയാണ് സെമിനാരി ചേർന്നത്. സെമിനാരി ചേർന്ന് വൈദികനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സെമിനാരി ചേർന്ന് ആ കൊച്ച് നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് നന്നായി പ്രാർത്ഥിച്ച് പോവുകയാണ്. 2 വർഷം കഴിഞ്ഞു അവൻ അപസ്മാര രോഗം പിടിപെട്ടു. നിങ്ങൾക്കറിയാം അപസ്മാര രോഗം എന്താണെന്ന്. ഇരുന്ന ഇരിപ്പിൽ താഴെ വീണ്, നിൽക്കുന്ന നിപ്പിൽ താഴെ വീണ് തടി വെട്ടിയിട്ട പോലെ വീഴുകയും വായിൽ നിന്ന് നൊരയും പഴയും പുറപ്പെടുകയും ബോധം കെടുകയും ചെയ്യുന്ന രോഗമാണ് നമുക്കറിയാം. അപസ്മാര രോഗം പിടിപെട്ടാൽ അവൻ അച്ഛനാകാൻ സാധിക്കുകയില്ല. കാരണം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അസുഖം വന്നതെങ്കിൽ ആ ബലി പൂർത്തിയാകാൻ പറ്റാത്തത് കാരണം അങ്ങനെയുള്ളവരെ തിരുസഭ വൈദികനാകാൻ അനുവാദം നൽകില്ല. അവന് തിരിച്ച് വീട്ടിൽ വിടും. അങ്ങനെ ഈ കൊച്ചിനെ വീട്ടിൽ വിടാൻ വേണ്ടി അധികാരികൾ മീറ്റിംഗ് കൂടി. അപ്പോൾ അവനെ നിവൃത്തിയില്ലാത്തതിനാൽ നിയമങ്ങളൊക്കെ പാലിക്ക് നന്നായി ജീവിക്കുന്ന ഈ കൊച്ചിനെ വീട്ടിൽ വിടാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. രക്തച്ചൻ ആ കൊച്ചിനെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞു, മോനെ, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, നിനക്ക് സുഖമില്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വീട്ടിൽ വിടുകയാണ്. അവൻ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. രക്തച്ചനും സങ്കടം സഹിക്കവയ്യാതെ കരയുകയാണ്. എന്നിട്ട് അവന് മുറിയിലേക്ക് കിടക്കാൻ പോയി. പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ സൂട്ട് കേസും ബാഗും എല്ലാം എടുത്ത് വീട്ടിലേക്ക് പോകാനായി വന്ന് രക്തച്ചൻ്റെ മുറിയിൽ മുട്ടി. രക്തച്ചൻ നോക്കിയപ്പോൾ അവൻ്റെ മുഖം മുഴുവൻ ചുമന്ന് കരിവാളിച്ച് കിടക്കുന്നു, കണ്ണ് ചുമന്നിരിക്കുന്നു. രാത്രി മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് ആ കൊച്ചു ഉറങ്ങിയിട്ടില്ല. അവനെ വേദനയോടെ ആ രക്തച്ചൻ പറഞ്ഞ് യാത്രയാക്കി വിടുകയാണ്. കുറച്ച് ഏതാണ്ട് ഒരു 30 ഫീറ്റ് അങ്ങ് മാറിയപ്പോൾ ആ കൊച്ചിനെ വിളിച്ച് മോനെ എന്ന് വിളിച്ച് തൻ്റെ അടുത്തേക്ക് വിളിച്ച് തൻ്റെ പോക്കറ്റിൽ പൊന്നുപോലെ സൂക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ ജപമാലയെടുത്ത് ആ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, മോന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്ക്. ആ കൊച്ച ജപമാല മാറോട് ചേർത്ത് വെച്ച് വീട്ടിലേക്ക് ചെന്ന് കൈവിരിച്ച് പിടിച്ച് ജപമാലയുടെ എല്ലാ രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കൊച്ച് വളർന്നു വലുതായി. അവൻ സെമിനാരിയിൽ അവൻ്റെ അസുഖം മാറി സെമിനാരിയിൽ ചേർന്ന് വൈദികനായി, മെത്രാനായി, കർദിനാളായി, മാർപ്പാപ്പയായി. ആ മാർപ്പാപ്പയാണ് 9-ാം പീയസ് മാർപ്പാപ്പ. സഭയുടെ ചരിത്രം കണ്ട വളരെ പ്രസിദ്ധരായ മാർപ്പാപ്പമാരിൽ ഒരാളായ 1-ാം വത്തിക്കാൻ വിളിച്ചുകൂട്ടിയ ആ മാർപ്പാപ്പയാണ് 9-ാം പീയസ് മാർപ്പാപ്പ. 9-ാം പീയസ് മാർപ്പാപ്പ പറഞ്ഞു, മാതാവിൻ്റെ ജപമാല എല്ലാ രഹസ്യങ്ങളും ഞാൻ എല്ലാ ദിവസവും സന്തോഷത്തോടെ ചെല്ലാറുണ്ട്, അതൊരിക്കലും ഞാൻ മുടക്കാറില്ല എന്ന് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഒരു കൊച്ചിനെ പരിശുദ്ധ അമ്മ വളർത്തിയാൽ ആ കൊച്ച് വളർന്ന് പത്രോസിന്റെ സിംഹാസനം വരെ എത്തിയ ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടത്. അവൾ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മളെ വളർത്തും. അസാധ്യം എന്നൊരു വാക്ക് ദൈവത്തിൻ്റെ ഡിക്ഷണറിയിലില്ല, പരിശുദ്ധ അമ്മയുടെ ഡിക്ഷണറിയിലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറൊരു കൊച്ച് സെമിനാരിയിൽ ചേർന്നു. അവൻ ആദ്യമേ പറഞ്ഞു, അമ്മച്ചി ഞാൻ സെമിനാരിയിൽ പോവുകയാണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനൊരു മന്ദബുദ്ധിയല്ലേ,
കൊച്ചിന് വലിയ ബുദ്ധിയൊന്നുമില്ലല്ലോ, പഠിക്കാൻ കഴിവില്ല, അവിടെ ഒരുപാട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് മോൻ അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞു. വീണ്ടും അവൻ അമ്മച്ചിയെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. അമ്മച്ചി വീണ്ടും അങ്ങനെ തന്നെ പറയും. 10ാം ക്ലാസ് പാസ്സായി, ദൈവവിളി ക്യാമ്പിന് പോയി, സെലക്ഷൻ കിട്ടി. എന്നിട്ട് പറഞ്ഞു, അമ്മച്ചി എന്നെ വൈദികനാകാൻ സെമിനാരി ചേരാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അമ്മച്ചി പറഞ്ഞു, രക്തച്ചൻ എന്തെങ്കിലും അമളി പറ്റതായിരിക്കും, മോന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, മോനൊരു മന്ദബുദ്ധിയല്ലേ എന്ന് പറഞ്ഞു. വീണ്ടും സെമിനാരിയിൽ 10 വർഷത്തെ പഠനത്തിന് ശേഷം വൈദിക പട്ടം നൽകാൻ മെത്രാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ തീരുമാനവുമായി ആ കൊച്ചോടി വന്ന് അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞ്, എൻ്റെ അമ്മച്ചി എനിക്ക് പട്ടം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴും പറഞ്ഞു, മെത്രാൻ എന്തെങ്കിലും അമളി പറ്റതായിരിക്കും, മോന് വലിയ കഴിവൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ വൈദികനായി മെത്രാനായിരുന്ന സമയത്ത് അമ്മ മരിച്ചുപോയി. മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ഓടിച്ചെന്ന വൈദികൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മന്ദബുദ്ധിയാണെന്ന്, ഒരു കഴിവില്ല എന്ന്. പരിശുദ്ധ അമ്മേ, എൻ്റെ അമ്മ മരിച്ചുപോയി, എന്നെ സഹായിക്കാൻ അമ്മ മാത്രമേ സ്വർഗത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് പരിശുദ്ധ അമ്മയോട് ചെന്ന് പറഞ്ഞു. അങ്ങനെ കർദിനാളായി വത്തിക്കാൻ കോൺക്ലേവ് കൂടുകയാണ്, ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ ഉചിതമായ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ് ചില പ്രായമുള്ള ഒരാളെ മാർപ്പാപ്പയാക്കിയാൽ ആ മാർപ്പാപ്പ പെട്ടെന്ന് മരിച്ചു പോകും. അതുകൊണ്ട് അന്നേരത്തിനും ഒരു പുതിയ നല്ല മിടുക്കനായ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ തിരഞ്ഞെടുത്തു. 110 കിലോ തൂക്കമുള്ള 73 വയസ്സ് പ്രായമുള്ള ഒരു വലിയ മനുഷ്യനെ തിരഞ്ഞെടുത്തു. മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു എന്ന വാർത്ത കേട്ടപ്പോൾ ആ കർദിനാൾ ഓടി പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിലേക്ക് പോയി വിളിച്ചു പറഞ്ഞു, പരിശുദ്ധ അമ്മേ, മാതാവേ, എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ മന്ദബുദ്ധിയാണെന്ന്, ഒരു കഴിവില്ല എന്ന്. പക്ഷേ ഇത് സഭയുടെ മുഴുവൻ ഭാരം എൻ്റെ തലയിൽ വെച്ച് തരുന്നു, എനിക്കിത് താങ്ങാൻ കഴിവില്ല എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കരയുന്ന ഒരു കർദിനാളിനെയാണ് നമ്മൾ കാണുക. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധ അമ്മേ, മാതാവേ, സഭയാകുന്ന കുരിശിനെ പരിശുദ്ധ അമ്മയുടെ നെഞ്ചിൽ നാട്ടി അതിനെ ഞാൻ ഭരിക്കുന്നു. കർത്താവേ, ഒരു 2ാം പെന്തക്കോസ്ത സഭയിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞ് ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രാർത്ഥന നൽകി. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സഭയിൽ ആകമാനം ഒരു വലിയ നവീകരണം ഉണ്ടായി, ആത്മീയ മുന്നേറ്റം ഉണ്ടായി. അതാണ് കരിസ്മാറ്റിക് നവീകരണം സഭയിൽ ഉടലെടുക്കുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച ഒരു കൊച്ച്, മന്ദബുദ്ധിയായ ഒരു കൊച്ച്, ബുദ്ധിയില്ല എന്ന അമ്മയെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കൊച്ച് വളർന്നു വലുതായി പഠിച്ച് മിടുക്കനായി പത്രോസിന്റെ സിംഹാസനം വരെ എത്തുകയും ലോകപ്രസിദ്ധമായ 2ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടുകയും അമേരിക്ക ടൈംസ് മാസിക മാൻ ഓഫ് ദ ഇയർ ആയി പ്രഖ്യാപിക്കുകയും ചെയ്ത വളരെ പ്രസിദ്ധനായ പുഞ്ചിരിക്കുന്ന പാപ്പ എന്നറിയപ്പെടുന്ന മാർപ്പാപ്പയാണ് ജോൺ 23ാം മാർപ്പാപ്പ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജപമാല നമ്മളെല്ലാവരും ചെല്ലുന്നുണ്ട്. ഇന്ന് എനിക്കറിയാം പല യുവാക്കന്മാരും 5ഉം 6ഉം കൊന്ത ചെല്ലുന്നവരുണ്ട്. വളരെ വിശുദ്ധരായ യുവാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഇടവക ശുശ്രൂഷയ്ക്കിടയിൽ. മണിപ്പാലിലൊക്കെ ഞാനായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പലരും ജപമാല എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് ബൈബിള് പോക്കറ്റിലിട്ടുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്ന യുവാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നാണ് എനിക്ക് മനസ്സിലായത്, ടൗണുകളിലും പഠിക്കുന്ന യുവാക്കന്മാരുടെ ഇടയിൽ വിശുദ്ധരായ പുണ്യവാന്മാരും പുണ്യവതികളുമുണ്ട് എന്ന്. അൽഫോൻസാമ്മയെ പോലെ ജീവിക്കുന്ന വിശുദ്ധര് യുവാക്കന്മാരുടെ ഇടയിലുണ്ട് എന്ന വലിയ തിരിച്ചറിവാണ് എനിക്ക് അവിടെ നൽകിയത്. പലരും ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാ ദിവസവും വിശുദ്ധ ബലിയർപ്പണത്തിന് വരും. മണിപ്പാലി കുർബാനയില്ലെങ്കിൽ മംഗലാപുരം വരെ യാത്ര ചെയ്ത്
ഒരു ബലിയർപ്പണത്തിന് വേണ്ടി വരുന്ന ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ജപമാല ഞായറാഴ്ചകളിൽ ദൈവത്തിൻ്റെ ദിവസമാണെന്ന് പഠിക്കാനുള്ള ദിവസമല്ല, അന്ന് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ചെറുപ്പക്കാർ, മെഡിസിന് പഠിക്കുന്നവര്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര് ദേവാലയത്തിൽ വന്ന് അൽത്താരയുടെ മുമ്പിലിരുന്ന് നിരന്തരമായി രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ജപമാല കയ്യിലേന്തി കൈ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരെ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇന്നും നിങ്ങളുടെ ഇടയിൽ അനേകര് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഭക്തരായ ചെറുപ്പക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് തിന്മയുടെ ശക്തികളിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിവുള്ള ഒരു അമ്മയാണ് നമുക്കുള്ളത്. ഇറ്റലിയിലെ ലാഞ്ചിയോനോ എന്ന ഇടവകയിലെ ബെട്ടലോങ്കോ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റി പഠനത്തിനായി പോയി. ആ പഠനത്തിനിടയിൽ ഒരു പ്രൊഫസറുടെ നിർദ്ദേശപ്രകാരം സാത്താൻ ആരാധനയിലേക്ക് അവൻ പോവുകയാണ്. വീട്ടുകാരെല്ലാവരും ഒന്നു ചേർന്ന് അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ സാത്താൻ ആരാധനയെ എപ്പോഴും അവന് പ്രസംഗിച്ചുകൊണ്ട് കത്തോലിക്ക സഭയ്ക്കെതിരായി പ്രസംഗിക്കുകയും സാത്താൻ ആരാധനയിലേക്ക് ആളുകളെ ആകർഷിക്കുകയും ചെയ്തുകൊണ്ട് അവൻ പ്രവർത്തിച്ചു കൊണ്ടുപോയി. ഒരു ദിവസം അവന് ഒരു ബോധക്കേടുണ്ടായി. ആ ബോധക്കേടിൻ്റെ സമയത്ത് അവൻ്റെ ചാച്ചൻ, ദൂരെ നിന്ന് രോഗിയായി കിടക്കുന്ന ചാച്ചൻ അവനോട് പറയുകയാണ്, മകനെ നീ തിരിച്ചു വരിക, മകനെ നീ ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്ന്. ആ സ്വരം കേട്ട് അവന് മാനസാന്തരം ഉണ്ടാകുകയാണ്. അവൻ തിരിച്ചു വന്ന് മാനസാന്തരപ്പെട്ട് ഒരു ഡൊമിനിക്കൻ വൈദികനിടയിൽ കുമ്പസാരിച്ച് ഒരു പുതിയ ജീവിതം നയിക്കാൻ തീരുമാനിക്കുകയാണ്. ബെട്ടലോങ്കോ എന്ന് പറഞ്ഞ പേര് അവൻ തിരുത്തി റൊസാരിയോ എന്ന് പറഞ്ഞാൽ റോസറി എന്ന് പറഞ്ഞാൽ കൊന്ത, റൊസാരിയോ എന്ന പേര് സ്വീകരിക്കുകയാണ്. കൊന്തയുടെ മകൻ എന്ന പേര് അവൻ സ്വീകരിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയൊരു കാശുരൂപം അവനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരെ സാത്താൻ ആരാധനയുടെ സെന്ററിലേക്ക് പോവുകയാണ്. ആ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബെട്ടലോങ്കോ വിളിച്ചു പറയുകയാണ്, പരിശുദ്ധ അമ്മയാണ് സാത്താന്റെ ഈ കെണിയിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. സാത്താന്റെ ആരാധന അത് നുണയും, അത് ഇരുട്ടിലേക്ക്, അന്ധകാലത്തിലേക്ക് നമ്മൾ നയിക്കുന്നതുമാണ്. മക്കളെ, നിങ്ങളെല്ലാവരും രക്ഷയിലേക്ക് വരിക, പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം, എന്നെ സാത്താന്റെ കെണിയിൽ നിന്ന് രക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ആ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അവസാനമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മരിച്ചു, എന്നെ രക്ഷയിലേക്ക് നയിച്ച, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച, ഇനിയും രക്ഷിക്കാൻ പോകുന്ന പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ പോകുക. ആ അമ്മയെ കാണുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. സാത്താൻ ആരാധന നടത്തിയിരുന്ന, സാത്താന്റെ കെണിയിൽപ്പെട്ടിരുന്ന, സാത്താന്റെ ആരാധനയെ പ്രസംഗിച്ചുകൊണ്ട് എല്ലാവരെയും തിന്മയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരുന്ന മനുഷ്യന് സാത്താന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല കാരണമായി എങ്കിൽ, പ്രിയമുള്ള യുവ സുഹൃത്തുക്കളെ, എല്ലാ അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് കഴിയുന്നത് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.